ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചീനീസ് കിച്ചൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് റാഗി കൊണ്ട് നമുക്ക് ഒരു ബനാന സ്മൂത്തി. ഇത് വെയിറ്റ് ലോസ് ആയിട്ടോ വെയിറ്റ് കൂട്ടാനുള്ളതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചേർത്തിരിക്കുന്ന ബനാനയും നേന്ത്രപ്പഴമൊക്കെ ചേർത്തിട്ട് കുറച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് അല്ലെങ്കിൽ ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് റാഗി സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു 3 ടീസ്പൂണ് റാഗിയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര അളവാണോ വേണ്ട, എത്ര ഗ്ലാസ്സാണോ അതിനനുസരിച്ച് ടീസ്പൂൺ കണക്ക് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഒരു 3 ടീസ്പൂണ് റാഗി നന്നായിട്ട് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം. നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. അപ്പോൾ കട്ടകളുണ്ടാവില്ല. കട്ടകളുണ്ടെങ്കിലും നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കും കേട്ടോ. സ്മൂത്തിക്ക് ആയത് കാരണം കുഴപ്പമില്ല. നമുക്ക് വെറുതെ കഴിക്കുകയാണെങ്കിൽ കട്ടകൾ നന്നായിരിക്കില്ല. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ റാഗി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇവിടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. റാഗി ഇവിടെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പീനട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് കപ്പലണ്ടി തൊലി കളഞ്ഞത്. ഇതിലേക്ക് 4 ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരു കളഞ്ഞ്. നമ്മൾ എത്ര പേർക്കാണോ എടുക്കണം അതനുസരിച്ചിട്ട് ഡേറ്റ്സിൻ്റെ അളവ് കൂട്ടിയും കുറച്ച് എടുക്കുക കേട്ടോ. പിന്നെ ബദാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബദാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കേസർ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ബദാം ഉണ്ടെങ്കിൽ ബദാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നേന്ത്രപ്പഴമാണ്. നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ റോബസ്റ്റിൻ്റെ പഴം ചേർത്താൽ മതി. വെയിറ്റ് കൂട്ടാനുള്ളവർക്കാണെങ്കിൽ നേന്ത്രപ്പഴം ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഗ്ലാസ് റാഗിക്ക് അനുസരിച്ചിട്ട് നേന്ത്രപ്പഴം ഉപയോഗിക്കുക. എന്തിപ്പോൾ ടോട്ടൽ ഒരു 3 ഗ്ലാസ് സ്മൂത്തി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു നേന്ത്രപ്പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റ് പഴം ഉപയോഗിക്കാം. പിന്നെ ഡേറ്റ്സും നട്ട്സൊക്കെ വെയിറ്റ് കുറയ്ക്കുന്നവർക്കായാലും കൂട്ടുന്നവർക്കായാലും ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനും കൂട്ടാനായിട്ട് പഴത്തിൻ്റെ അളവ് മാത്രം മാറ്റിയെടുത്താൽ മതി. റോബസ്റ്റ് പഴം ഉപയോഗിക്കുക. ഇതിപ്പോൾ വെയിറ്റ് കൂട്ടാനുള്ളവർക്ക് ഉള്ള അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നേന്ത്രപ്പഴം ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കേസർ, കുങ്കുമപ്പൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ബദാം ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കാം. പിന്നെ ഈ നേന്ത്രപ്പഴം കൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് പഴം അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട. വേണമെങ്കിൽ മധുരത്തിന് കുറച്ച് തേൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് റാഗിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇനി നമ്മൾ വേവിച്ച് വെച്ച റാഗിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ റാഗി ബനാന സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഫില്ലിംഗ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും കൊടുക്കാം ഹെൽത്തി ആയിട്ട്. അപ്പോൾ അത് നമ്മുടെ റാഗി സ്മൂത്തി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അത് രുചികരമായ റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഗ്ലാസ്സിൽ ഒരു 3 ഗ്ലാസ് നമ്മളെടുത്ത അളവിന് കിട്ടും. ഡെക്കറേഷൻ ഇപ്പോൾ കയ്യിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് സീഡ്സൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് സീഡ്സും ഡ്രൈ ബനാനയൊക്കെ ഇട്ടതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബദാമോ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ മുകളിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ രുചികരമായ റാഗി സ്മൂത്തി, ബനാന സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കൂട്ടാനും നമ്മുടെ റാഗി കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഡിഷുകൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.